നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് വീട്ടിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ദുരൂഹതകൾ ഏറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. ശനിയാഴ്ചയാണ് അസ്മ എന്ന് പറയുന്ന 35 വയസ്സ് മാത്രം പ്രായമുള്ള യുവതി വീട്ടിൽ പ്രസവിക്കുകയും തുടർന്ന് രക്തസ്രാവത്തെ തുടർന്ന് മരിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ പല ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഭർത്താവിന് പങ്കുണ്ട് എന്നുള്ളത് കൃത്യമാണ്. കാരണം പലപ്പോഴും ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനെ എതിർത്തിരുന്നതും ഭർത്താവായിരുന്നു. ഭർത്താവിന്റെ നിർബന്ധത്തിൽ വഴങ്ങിയാണ് വീട്ടിൽ പ്രസവം നടത്തിയത്. അതിനിടയിലാണ് ഇപ്പോൾ യുവതിക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ അറക്കപ്പടി മോട്ടി കോളനിയിൽ കൊപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകൾ അസ്മയാണ് അതിദാരുണമായി ഇന്നലെ മരിച്ചത്. അസ്മയ്ക്ക് 35 വയസ്സാണ് പ്രായം. അസ്മയുടെ 5ാം പ്രസവമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഭാര്യ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിനെ കടുത്ത എതിർപ്പുയർത്തിയ ഭർത്താവ് അമ്പലപ്പുഴ വളഞ്ഞവഴി നീർക്കുന്നം സിറാജ് മൻസിലെ സിറാജുദ്ദീനെതിരെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. 38 വയസ്സാണ് ഈ പറയുന്ന മരിച്ച യുവതിയുടെ ഭർത്താവായിട്ടുള്ള സിറാജുദ്ദീന്റെ പ്രായം. മരണവിവരം ആരെയും അറിയിക്കാതെ അസ്മയുടെ മൃതദേഹവും നവജാത ശിശുവിനെയും സിറാജുദ്ദീൻ ആംബുലൻസിൽ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംശയം തോന്നിയ ആംബുലൻസ് ഡ്രൈവർ രഹസ്യമായി പോലീസിനെ വിവരമറിയിച്ചു. തുടർന്നാണ് സംശയം തോന്നിയ ആംബുലൻസ് ഡ്രൈവർ രഹസ്യമായി പോലീസിനെ വിവരമറിയിക്കുകയും പുലർച്ചെയോടെ ആംബുലൻസ് പെരുമ്പാവൂരിലെത്തിയപ്പോൾ പോലീസ് ഇടപെട്ട് മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. അസ്മയുടെ ബന്ധുക്കളെത്തി കുഞ്ഞിനെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. ICUവിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ശനിയാഴ്ച വൈകിട്ട് 6ഓടെയാണ് അസ്മ ആൺകുട്ടിക്ക് ജന്മം നൽകിയത്. സിറാജുദ്ദീനും 4 ചെറിയ മക്കളുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. പ്രസവത്തിന് പിന്നാലെ അസ്മ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. 3 മണിക്കൂറോളം രക്തം വാർന്ന് ജീവനായി മല്ലിട്ടു. 9ഓടെ മരിക്കുകയായിരുന്നു. അതിനിടയിലെങ്കിലും അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. ചികിത്സ ലഭിക്കാതെയാണ് അസ്മ മരിച്ചതെന്ന വിവരം ലഭിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരുന്നു ഇയാളുടെ ഒളിച്ചുകളി. യുവതി മരിച്ചത് വീട്ടുകാരെ അറിയിക്കാതെ ഒരു ബന്ധു മുഖേനയാണ് അറിയിച്ചത്. ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൽ നിന്നാണ് മരണവിവരം അറക്കപ്പടിയിലെ വീട്ടുകാർ അറിയുന്നത്. വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണെന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നു. ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലെത്തിച്ചത്. ബാപ്പയുടെ അടുത്ത് തന്നെ മറവ് ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായി. അവർ അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തു. തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി. ഇരുവിഭാഗത്തെയും 5 പേർക്ക് വീതം പരിക്കേറ്റു. നവജാത ശിശു ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ നിയോ നേറ്റൽ NICUവിൽ ചികിത്സയിലാണ്. സ്ഥിതി വഷളായാൽ വെന്റിലേറ്റർ ചികിത്സ നൽകേണ്ടി വരുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ചയാണ് വൈകിട്ട് മലപ്പുറത്തെ വീട്ടിൽ ജനിച്ച നവജാത ശിശുവിനെയും കൊണ്ട് ദീർഘദൂര യാത്രയാണ് പിതാവ് സിറാജുദ്ദീൻ നടത്തിയത്. ആലപ്പുഴ സ്വദേശിയായ ഭർത്താവ് സിറാജുദ്ദീനോടൊപ്പം ഈസ്റ്റ് കോഡൂരിലെ വാടക വീട്ടിലായിരുന്നു അസ്മയും കുടുംബവും താമസിച്ചിരുന്നത്. കുടുംബം ചട്ടിപ്പറമ്പിൽ 1.5 വർഷമായി താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികളുമായോ നാട്ടുകാരുമായോ സൗഹൃദമില്ല. 35 വയസ്സിനിടെ 5ാമത്തെ പ്രസവമാണ് അസ്മയുടേത്. സിറാജുദ്ദീന്റെ പേരും വീട്ടിൽ എത്ര കുട്ടികളുണ്ട് എന്നതും ഇന്നലെ വാർത്ത വരുമ്പോഴാണ് തൊട്ടടുത്ത അയൽവാസികൾ പോലും അറിയുന്നത്. അത്രയ്ക്ക് ഉൾവലിഞ്ഞ ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. ആത്മീയ ചികിത്സകനും മതപ്രഭാഷകനുമാണെന്ന് അവകാശപ്പെടുന്ന സിറാജുദ്ദീൻ അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസവവും യുവതിയുടെ മരണവും ഒന്നും മറ്റാരും അറിഞ്ഞില്ല. അസ്മ ഗർഭിണിയാണെന്ന് അയൽവാസികൾക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ വീട്ടിൽ പതിവ് സന്ദർശനത്തിനെത്തിയ ആശാ വർക്കറോട് പോലും ഗർഭമില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ജനുവരിയിൽ ആരോഗ്യ സർവേക്കായി ആശാപ്രവർത്തക ഇവരുടെ വീട്ടിലെത്തിയെങ്കിലും വാതിൽ തുറക്കാതെ ജനലിലൂടെയാണ് അസ്മ സംസാരിച്ചത്. ഗർഭിണിയാണോ എന്ന ചോദ്യത്തിന് അല്ലെന്ന് മറുപടിയും നൽകി. 1.5 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും കുടുംബം നാട്ടുകാരുമായി ബന്ധം പുലർത്തിയിരുന്നില്ല. അസ്മയുടെ ആദ്യ 2 പ്രസവങ്ങൾ ആശുപത്രിയിലും പിന്നീടുള്ളവ വീട്ടിലുമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രസവത്തിന് ആശുപത്രി ചികിത്സ ആവശ്യമില്ലെന്നും സിറാജുദ്ദീൻ ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ശനിയാഴ്ച രാത്രി നാട്ടുകാരറിയാതെ പുറത്തുനിന്നുള്ള കൂട്ടുകാരെ വിളിച്ചു വരുത്തി കുട്ടികളെയും കൂട്ടി അസ്മയുടെ മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. പായയിൽ പൊതിഞ്ഞാണ് അസ്മയുടെ മൃതദേഹം ഞായറാഴ്ച രാവിലെ 7ഓടെ പെരുമ്പാവൂർ അറക്കപ്പടിയിലെ വീട്ടിലെത്തിച്ചത്. നവജാത ശിശുവിന്റെ ശരീരത്തിൽ പ്രസവ സമയത്തെ രക്തം പോലും തുടച്ചു മാറ്റാത്ത നിലയിലായിരുന്നുവെന്ന് അസ്മയുടെ ബന്ധുക്കൾ ആരോപിച്ചു. സിറാജുദ്ദീനും അസ്മയും അക്യുപങ്ക്ചർ ചികിത്സയിൽ ബിരുദം നേടിയവരാണ്.
അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ പ്രസവം എടുക്കുമ്പോഴായിരുന്നോ മരണം എന്നതടക്കം പോലീസ് അന്വേഷിക്കുമെന്നാണ് വിവരം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ കുടുംബം 1.5 വർഷമായി താമസിക്കുന്നുണ്ടെങ്കിലും യാതൊരു സൗഹൃദം ഒന്നും തന്നെ അയൽവീട്ടുകാരുമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് മത അധ്യാപകനാണെന്നാണ് സിറാജുദ്ദീൻ താമസത്തിന് വന്ന സമയത്ത് പറഞ്ഞിരുന്നത്. പ്രഭാഷണത്തിനും പോകാറുണ്ട്. അസ്മ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ മാത്രമാണ് പുറത്തിറങ്ങുന്നതെന്നും അയൽവാസികൾ പറയുന്നു. ജനുവരിയിൽ ആശാവർക്കർ വീട്ടിലെത്തി ഗർഭിണിയാണോ എന്ന് അന്വേഷിച്ചപ്പോഴടക്കം അസ്മ കള്ളം പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അയൽവാസികൾ അന്വേഷിച്ചപ്പോൾ ഗർഭിണിയാണെന്നും 8 മാസമായെന്നും പറഞ്ഞിരുന്നു. ശനിയാഴ്ച വൈകിട്ട് കുഞ്ഞ് ജനിച്ചതായി സിറാജുദ്ദീൻ വാട്സപ്പിൽ സ്റ്റാറ്റസും ഇട്ടിരുന്നു. വൈകുന്നേരം വീടിന് സമീപം ഇയാളെ കണ്ടവരുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കാർ വരാനുള്ള വഴിയില്ലാത്തതിനാൽ സമീപത്തെ വീട്ടിലാണ് നിർത്തിയിടുന്നത്. 8 മണിയോടെ സിറാജുദ്ദീൻ കാർ എടുത്തിരുന്നതായി വീട്ടുകാർ പറയുന്നു. എന്നാൽ ആംബുലൻസ് വിളിച്ചതും മൃതദേഹം അതിലേക്ക് കയറ്റിയതും എപ്പോഴാണെന്ന് വ്യക്തമല്ല. ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവർ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ഭാര്യയ്ക്ക് ശ്വാസതടസ്സമാണെന്നാണ് ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത്. മടവൂർ കാഫില എന്ന പേരിൽ 63,500 പേർ സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബ് ചാനൽ നടത്തിപ്പുകാരൻ കൂടിയാണ് സിറാജുദ്ദീൻ. മന്ത്രവാദം അടക്കമുള്ള വിഷയങ്ങളാണ് ഈ ചാനലിലൂടെ സിറാജുദ്ദീൻ പ്രചരിപ്പിച്ച കാര്യം. മടവൂർ കാഫില എന്ന യൂട്യൂബ് പേജിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. ഇസ്ലാം മതവിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയതോടെ ചാനൽ നിർത്താൻ മുതിർന്ന മതപണ്ഡിതർ ഉപദേശിച്ചിട്ടും സിറാജുദ്ദീൻ അത് അവഗണിച്ചു. കേരളത്തിലെ സൂഫി പണ്ഡിതനായിരുന്ന CM മടവൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന CM അബൂബക്കർ മുസ്ലിയാരുടെ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. EK വിഭാഗം സുന്നിയായിരുന്ന സിറാജുദ്ദീൻ 4 വർഷം മുമ്പ് തുറന്ന യൂട്യൂബ് പേജിന്റെ പ്രധാനിയാണ് സിറാജുദ്ദീൻ അൽ ലത്തീഫി. മടവൂരിൽ പഴമക്കാർ പറയുന്ന CM മടവൂർ കഥകൾക്കൊപ്പമാണ് മരിച്ചവരെ ജീവിപ്പിച്ചെന്ന തരത്തിലടക്കം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത്. CM മടവൂരിന്റെ കഥകൾ പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് സിറാജുദ്ദീന് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മതരീതികൾക്കെതിരെന്ന് പറഞ്ഞാണ് മുതിർന്ന മതപണ്ഡിതർ ചാനലിനെതിരെ രംഗത്ത് വന്നത്. അതൊക്കെ അവഗണിച്ചാണ് സിറാജുദ്ദീൻ ചാനലുമായി മുന്നോട്ട് പോയത്. സിറാജുദ്ദീൻ എന്താണ് ജോലിയെന്ന് നാട്ടുകാർക്ക് അറിയില്ല. കാസർഗോഡുള്ള പള്ളിയിൽ പ്രഭാഷണത്തിന് പോകാറുള്ളതായി ചിലരോട് പറഞ്ഞിട്ടുണ്ട്. അക്യുപങ്ക്ചർ ചികിത്സാ രീതി പഠിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരിൽ ചിലരോടും പോലീസിനോടും സിറാജുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെ പ്രസവത്തിനെതിരെ നേരത്തെയും സിറാജുദ്ദീനോട് ഭാര്യ കലഹിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ആശുപത്രിയെ ആശ്രയിക്കാതെയുള്ള പ്രസവത്തെ ഭാര്യ എതിർത്തതായി ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പായിട്ടും വീട്ടിൽ പ്രസവം നടത്തുന്ന രീതി കേരളത്തിന് വെല്ലുവിളിയാണ്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ വെച്ചുള്ള പ്രസവത്തിനിടെ യുവതി മരിച്ചതും ശനിയാഴ്ചയാണ്. അജ്ഞതയും ശാസ്ത്രബോധവും ഇല്ലായ്മയാണ് ചിലരെയെങ്കിലും വീട്ടിൽ പ്രസവം എന്ന അനാരോഗ്യ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. 2019 മുതൽ 2024 വരെ ഇത്തരത്തിൽ 2000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസത്തിൽ മലപ്പുറം ജില്ലയിൽ 4 കുഞ്ഞുങ്ങൾ മരിച്ചു. ആശാപ്രവർത്തകരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ വീട്ടിലെ പ്രസവ രീതി അവസാനിപ്പിക്കാനുള്ള വിപുലമായ പ്രചാരണം നടത്തുന്നുണ്ട്.